ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സക്സസ് അക്കാഡമി. സക്സസ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അർജുൻ. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRB NTPC ഫസ്റ്റ് ഫേസിൽ ചോദിച്ച മാത്സിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. If A is to B is equal to 2 is to 3, B is to C is equal to 4 is to 5, C is to D is equal to 3 is to 1, then A is to D is equal to, അതായത് എ ബൈ ബി എന്നത് 2:3, അതായത് 2/3 എന്ന് തന്നിട്ടുണ്ട്. ബി ബൈ സി ഇസ് ഈക്വൽ ടു 4/5 എന്ന് തന്നിട്ടുണ്ട്. സി ബൈ ഡി ഇസ് ഈക്വൽ ടു 3/1 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സി ബൈ ഡി ഇസ് ഈക്വൽ ടു 3/1. ദെൻ എ ബൈ ഡി ഇസ് ഈക്വൽ ടു എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് മൂന്നും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. എ ബൈ ബി ഇൻറ്റു ബി ബൈ സി ഇൻറ്റു സി ബൈ ഡി is equal to 2/3 into 4/5 into 3/1. ഓക്കെ, 3 ക്യാൻസൽ ചെയ്യുന്നു. സോ ബിയും ബിയും ക്യാൻസൽ ചെയ്തു, സിയും സിയും ക്യാൻസൽ ചെയ്തു. സോ എ ബൈ ഡി ഈസ് ഈക്വൽ ടു എന്ത് വന്നു? 8/5. ഓക്കെ, സോ ദി ആൻസർ ഈസ് 8/5. അടുത്ത ക്വസ്റ്റ്യൻ, മീഡിയൻ ഈസ് ഈക്വൽ ടു 10, മോഡ് ഈസ് ഈക്വൽ ടു 5, ദെൻ ഫൈൻഡ് ദ മീൻ. ഓക്കെ, അതായത് മീഡിയൻ തന്നിട്ടുണ്ട് 10 എന്ന് തന്നിട്ടുണ്ട്, മോഡ് 5 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മീൻ ഫൈൻഡ് ചെയ്യുക. ഓക്കെ, ഈ ഫോർമുല ഓർത്തിരിക്കുക. മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. ഓക്കെ, മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. ഓക്കെ, മോഡ് 5 എന്ന് തന്നിട്ടുണ്ട്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 5 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 10 30 മൈനസ് 2 ഇൻറ്റു മീൻ. മീൻ എക്സ് ആയിട്ട് എടുക്കുക. സോ 2x ഈസ് ഈക്വൽ ടു 25, എക്സ് ഈസ് ഈക്വൽ ടു 12.5. ഓക്കെ, സോ ദി ആൻസർ ഈസ് 12.5. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ഇഫ് എ സ്ക്വയർ പ്ലസ് 1/a² ഈസ് ഈക്വൽ ടു 98, ദെൻ ദ വാല്യൂ ഓഫ് എ ക്യൂബ് പ്ലസ് 1/a³ ഈസ് ഈക്വൽ ടു. ഓക്കെ, അപ്പോൾ എ സ്ക്വയർ പ്ലസ് 1/a ഈസ് ഈക്വൽ ടു 98 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് എ ക്യൂബ് പ്ലസ് 1/a³ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? ഞാനിവിടെ ഒരു 2 ആഡ് ചെയ്തു. ഓക്കെ, ഇവിടെ ഒരു 2 ആഡ് ചെയ്തു. അപ്പോൾ എന്ത് തോന്നുന്നു? എ സ്ക്വയർ പ്ലസ് 1/a² പ്ലസ് 2 ഈസ് ഈക്വൽ ടു 100. ഓക്കെ, ഇത് എ പ്ലസ് 1/a ഹോൾ സ്ക്വയറിൻ്റെ ഫോമാണ്. എ പ്ലസ് 1/a ഹോൾ സ്ക്വയറിൻ്റെ ഫോമാണ്. സോ എ പ്ലസ് 1/a ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 100. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് 1/a എന്തായിരിക്കും? 10. ഓക്കെ, എ പ്ലസ് 1/a 10 ആണ്. ഇനി എ പ്ലസ് 1/a 10 ആണെങ്കിൽ എ ക്യൂബ് പ്ലസ് 1/a³ ഈസ് ഈക്വൽ ടു, സോറി, എ പ്ലസ് 1/a k ആണെങ്കിൽ എ ക്യൂബ് പ്ലസ് 1/a³ ഈസ് ഈക്വൽ ടു k ക്യൂബ് മൈനസ് 3k ആണ്. നോട്ട് ചെയ്ത് വെക്കുക. എ പ്ലസ് 1/a k ആണെങ്കിൽ എ ക്യൂബ് പ്ലസ് 1/a³ k ക്യൂബ് മൈനസ് 3k. അതായത് നമ്മളിവിടെ എ പ്ലസ് ബി ദ ഹോൾ ക്യൂബിൻ്റെ ഫോമുല അപ്ലൈ ചെയ്തു. ഓക്കെ, അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. സോ എ ക്യൂബ് പ്ലസ് 1/a³ എന്ന് പറഞ്ഞാൽ k ക്യൂബ് മൈനസ് 3k. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. k ഇവിടെ 10 ആണ്. അങ്ങനെയാണെങ്കിൽ എ ക്യൂബ് പ്ലസ് 1/a³ എന്ന് പറയുന്നത് എന്തായിരിക്കും? k ക്യൂബ് എന്ന് പറഞ്ഞാൽ 1000 മൈനസ് 3 ഇൻറ്റു 10 30. 1000 മൈനസ് 30 970. ഓക്കെ, സോ ദി ആൻസർ ഈസ് 970. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. എ മൈനസ് 1/a k ആണെങ്കിൽ, എ മൈനസ് 1/a k ആണെങ്കിൽ ഇതേപോലെ തന്നെ എ ക്യൂബ് മൈനസ് 1/a³ എന്ന് പറയുന്നത് k ക്യൂബ് പ്ലസ് 3k ആണ്. ഓക്കെ, നിങ്ങൾ എ മൈനസ് ബി ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞ ഫോർമുല അപ്ലൈ ചെയ്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ എ ക്യൂബ് മൈനസ് 1/a³ എന്ന് പറയുമ്പോൾ k ക്യൂബ് പ്ലസ് 3k എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ ദി ആൻസർ ഈസ് 970. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The ratio of acid and alcohol in a mixture is 3:2. On adding 10 liters of alcohol, the ratio becomes 3:4. Find the amount of initial mixture. Okay, അപ്പോൾ റേഷ്യോ ഓഫ് ആസിഡിൻ്റെയും ആൽക്കഹോളിൻ്റെയും റേഷ്യോ തന്നിട്ടുണ്ട്. ഓക്കെ, റേഷ്യോ ഓഫ് ആസിഡും ആൽക്കഹോളിൻ്റെയും തന്നിട്ടുണ്ട്. എത്രയാണ്? 3:2. ഓക്കെ, ഇനി എന്താണ് ആഡ് ചെയ്തത്? ആൽക്കഹോൾ ആഡ് ചെയ്തപ്പോൾ റേഷ്യോ എങ്ങനെ വന്നു? 3:4 വന്നു.
അപ്പോൾ ആസിഡിന് മാറ്റമൊന്നുമില്ല, ആസിഡ് ആഡ് ചെയ്തില്ല, ആൽക്കഹോളാണ് ആഡ് ചെയ്തത്. സോ ആൽക്കഹോൾ ആഡ് ചെയ്തപ്പോൾ 3:2 എന്നുള്ളത് 3:4 ആയി. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര മാറ്റം വന്നു? ഇവിടെ ആസിഡ് സെയിം ആണ് അല്ലേ, ആസിഡ് മാറ്റിയിട്ടില്ല, ആഡ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. സോ ഇവിടെയും ആസിഡ് സെയിം ആണ്. അപ്പോൾ മാറ്റം വന്നിരിക്കുന്നത് ആൽക്കഹോളിൻ്റെ അവിടെയാണ്. ആൽക്കഹോളിൽ എത്ര മാറ്റം വന്നു? 2 മാറ്റം വന്നു. ഈ 2 ആണ് എന്ത്? ആഡ് ചെയ്ത 10. സോ 1ൻ്റെ വാല്യൂ 5. ഇനി ഇനീഷ്യൽ മിക്സ്ചർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനീഷ്യൽ മിക്സ്ചർ എന്ന് പറയുന്നത് ആസിഡും ആൽക്കഹോളും കൂടി ചേർന്ന മിക്സ്ചറാണ്, അതായത് അത് ആഡ് ചെയ്യുക. സോ 3 + 2 5 ആണ് ഇനീഷ്യൽ മിക്സ്ചർ, അതായത് 5 ആണ് നമുക്ക് കാണേണ്ടത്. 1 5 ആണെങ്കിൽ 5 എന്ന് പറയുന്നത് 25. ഓക്കെ, 1 5 ആണെങ്കിൽ 5 എന്ന് പറയുന്നത് 5 × 5 25. സോ ദ ആൻസർ ഈസ് 25. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബൈ സെല്ലിംഗ് 12 ഓറഞ്ചസ് ഫോർ ₹1, എ മാൻ ഇൻകേർഡ് എ ലോസ് ഓഫ് 20%. ദ കോസ്റ്റ് പ്രൈസ് ഓഫ് 12 ഓറഞ്ചസ് ഈസ്. ഓക്കെ, അതായത് ₹1 ഒരാൾ 12 ഓറഞ്ചസ് സെല്ല് ചെയ്തു. അപ്പോൾ അയാൾക്ക് എന്ത് പറ്റി? അയാൾക്ക് ലോസ് ഉണ്ടായി അല്ലേ? എത്ര ശതമാനം? 20% ലോസ് ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ അതേ 12 ഓറഞ്ചിന് എത്രയായിരുന്നു കോസ്റ്റ് പ്രൈസ് എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ വിറ്റ വിലയും വാങ്ങിയ വിലയും സെയിം ആണ്, 12. സോ ഓക്കെ, ആദ്യം ₹1 സെല്ല് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് 20% ലോസ് ഉണ്ടായി. അപ്പോൾ അയാളുടെ സെല്ലിംഗ് പ്രൈസ് എത്ര? 80% ആയിരിക്കും. ഓക്കെ, അതായത് 80% ആണ് ₹1. അങ്ങനെയാണെങ്കിൽ 1% എത്രയായിരിക്കും? 1/80. ഓക്കെ, സോ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് കോസ്റ്റ് പ്രൈസ് ആണ്. കോസ്റ്റ് പ്രൈസ് എന്നുള്ളത് 100% ആണ്. സോ 100% എന്ന് പറയുന്നത് എന്താ? 1/80 × 100 വിച്ച് ഈസ് ഈക്വൽ ടു 5/4, അതായത് 1.25. ഓക്കെ, സോ ദ ആൻസർ ഈസ് 1.25. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദ റേഷ്യോ ഓഫ് ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് റെക്ടാങ്കുലർ ഷീറ്റ്സ് ഈസ് 8:5. അങ്ങനെയാണെങ്കിൽ ദ കോസ്റ്റ് ഓഫ് പെയിൻറ്റിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് ₹10 per m² ഈസ് 40,000. ദെൻ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ റെക്ടാങ്കുലർ ഷീറ്റ്. അതായത് ലെങ്ത്തിൻ്റെയും ബ്രെഡ്ത്തിൻ്റെയും റേഷ്യോ തന്നിട്ടുണ്ട് അല്ലേ? ഒരു റെക്ടാങ്കുലർ ഷീറ്റിൻ്റെ ലെങ്ത്തിൻ്റെയും ബ്രെഡ്ത്തിൻ്റെയും റേഷ്യോ തന്നിട്ടുണ്ട് 8:5. ഇനി കോസ്റ്റ് ഓഫ് പെയിൻറ്റിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് ₹10 per square ഈസ് 40,000 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏരിയ എന്തായിരിക്കും? ഏരിയ ഈസ് ഈക്വൽ ടു 40,000 divided by 10, that is 4,000. Okay, 40,000 divided by 10, that is 4,000. Okay, ഇനി അപ്പോൾ ഏരിയ 4,000 എന്ന് കിട്ടി, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്കറിയാം ലെങ്ത്തും ബ്രെഡ്ത്തും. ഇപ്പോൾ ഇത് 8x എന്ന് എടുക്കാം, ഇത് 5x എന്ന് എടുക്കാം. അതായത് ലെങ്ത്ത് 8x എന്ന് എടുത്തു, ബ്രെഡ്ത്ത് 5x എന്ന് എടുത്തു. ഏരിയ ഓഫ് എ റെക്ടാങ്കുലർ ഷീറ്റ് എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. സോ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്താൽ എന്ത് കിട്ടും? 40x² കിട്ടും. സോ 40 ഇവിടെ ക്യാൻസൽ ചെയ്തു. x² എന്ന് പറയുന്നത് എന്താ? x² എന്ന് പറയുന്നത് 100, x ഈസ് ഈക്വൽ ടു 10. സോ x ഈസ് ഈക്വൽ ടു 10 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ലെങ്ത് ആണ്. ലെങ്ത്ത് 8x ആണ്. L ഈസ് ഈക്വൽ ടു 8 × 10, ദാറ്റ് ഈസ് ഈക്വൽ ടു 80. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇതിൻ്റെ ആൻസർ 80. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ സം ബിക്കംസ് 12,200 in 2 years and 13,300 after 3 years. Find the principal and rate if calculated in simple interest. അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒരു സം 2 വർഷത്തിന് ശേഷം 2 വർഷം കഴിയുമ്പോൾ എത്രയാവും? 12,200 ആവും. 3 വർഷം ആകുമ്പോഴേക്കും 13,300 ആവും. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തിൽ എത്രയാണ് കൂടുന്നത്? 13,300 മൈനസ് 12,200 എത്ര കിട്ടി? ഒരു വർഷത്തിൽ എത്രയാണ് കൂടുന്നത്? 1,100. ഓക്കെ, ഒരു വർഷത്തിൽ 1,100 ആണ് കൂടുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ്. അങ്ങനെയാണെങ്കിൽ 2 വർഷം എത്രയായിരിക്കും? 2,200 ആയിരിക്കും. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ് ഓരോ വർഷവും സെയിം ആണ്. സോ 2 വർഷത്തിൽ 2,200 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് 12,200 മൈനസ് 2,200 ആണ്. സോ എത്ര കിട്ടും? 10,000. ഓക്കെ, പ്രിൻസിപ്പൾ 10,000 കിട്ടി. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താ? റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? സോ റേറ്റ് ഈസ് ഈക്വൽ ടു സിമ്പിൾ ഇൻട്രസ്റ്റ്. എത്രയാണ് ഒരു വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ്? 1,100 ഡിവൈഡഡ് ബൈ പ്രിൻസിപ്പൾ 10,000 × 100.
നമുക്കറിയാം ഫോർമുല I ഈസ് ഈക്വൽ ടു PRT ഡിവൈഡഡ് ബൈ 100 ആണ്. ടൈം ഇവിടെ 1 ആണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യാം. 0 ക്യാൻസൽ ചെയ്തു, ഇവിടെ 0 ക്യാൻസൽ ചെയ്തു. സോ ദ റേറ്റ് ഈസ് 11%. സോ ദി ആൻസർ ഈസ് പ്രിൻസിപ്പിൾ 10,000ഉം റേറ്റ് 11%. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. If x cube plus y cube is equal to 35, x plus y is equal to 5, then find x raised to 4 plus y raised to 4. Okay, x cube plus y cube തന്നിട്ടുണ്ട്, x plus y 5 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ x raised to 4 plus y raised to 4 എന്നതാണ് ചോദ്യം. ഓക്കെ, നമുക്കിവിടെ എക്സിന് 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വൈക്ക് 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നോക്കിയേ, അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ എന്ത് കിട്ടി? 5 എന്ന് കിട്ടി. എക്സ് ക്യൂബ് എന്താണ്? എക്സ് ക്യൂബ് 3 ക്യൂബ് 27 ആണ്. വൈ ക്യൂബ് എന്താണ്? 2 ക്യൂബ് 8 ആണ്. സോ എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് എന്ന് പറയുന്നത് 35 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ടീഷനെല്ലാം സാറ്റിസ്ഫൈ ചെയ്തു, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എക്സ് എന്താണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? 3. എക്സ് റേസ് ടു 4 എന്ന് പറയുന്നത് 3 റേസ് ടു 4, ദാറ്റ് ഈസ് 81. വൈ റേസ് ടു 4 എന്ന് പറയുന്നത് 2 റേസ് ടു 4, വിച്ച് ഈസ് 16. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എക്സ് റേസ് ടു 4 പ്ലസ് വൈ റേസ് ടു 4 ഈസ് ഈക്വൽ ടു 97. സോ ദി ആൻസർ ഈസ് 97. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The area of a circle is 154 centimeter. If the area is doubled, how many times the radius will be? Okay, ഏരിയ ഡബിൾ ചെയ്താൽ എങ്ങനെയായിരിക്കും റേഡിയസിൻ്റെ മാറ്റം? നമുക്ക് നോക്കാം. ഏരിയ എന്ന് പറയുന്നത് എന്താ? πr² ആണ് അല്ലേ? ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. സോ ഏരിയ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r². അങ്ങനെയാണെങ്കിൽ a1/a2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? r1² r2² ആയിരിക്കും അല്ലേ? r1² r2². ഓക്കെ, a1 1 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ a2 ഡബിൾ, ഏരിയ ഡബിൾ ചെയ്താൽ റേഡിയസിൽ ഉണ്ടാവുന്ന മാറ്റം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഏരിയ ഡബിൾ ചെയ്തു 2. അങ്ങനെയാണെങ്കിൽ r1/r2 എന്ന് പറയുന്നത് എന്തായിരിക്കും? √1/2 ആയിരിക്കും. ഓക്കെ, r1² r2² ആണ്. r1/r2 എന്ന് പറയുമ്പോൾ റൂട്ട് ഇപ്പുറത്ത് വരും. സോ ഏരിയ ഏരിയ ഡബിൾ ചെയ്താൽ റേഡിയസ് എന്താവും? r1:r2 എന്ന് പറയുന്നത് 1:√2. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A can do a work in 40 days, B in 60 days, C in 80 days. A leaves 11 days before work, B leaves 8 days before work. In how many days will the work be completed? അതായത് എ ഒരു ജോലി 40 ദിവസം കൊണ്ട് തീർക്കും, ബി എത്ര ദിവസം കൊണ്ട് തീർക്കും? 60 ദിവസം കൊണ്ട് തീർക്കും, സി 80 ദിവസം കൊണ്ട് തീർക്കും. 11 ദിവസങ്ങൾ, അതായത് ജോലി തീർത്ത 11 ദിവസങ്ങൾക്ക് മുമ്പ് എ വർക്ക് ലീവ് ചെയ്തു, 8 ദിവസങ്ങൾക്ക് മുന്നേ ബി വർക്ക് ലീവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസങ്ങൾ കൊണ്ടായിരിക്കും ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവുക? ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ എ ബി സി. ഓക്കെ, എ എത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്തു? 60 ഡേയ്സ് കൊണ്ട് വർക്ക് ചെയ്തു. എ 40 ഡേയ്സ് കൊണ്ട് വർക്ക് ചെയ്തു, ബി 60 ഡേയ്സ് കൊണ്ട് വർക്ക് ചെയ്തു, സി 80 ഡേയ്സ് കൊണ്ട് വർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് 40, 60, 80 ഇവരുടെ LCM ആയിരിക്കും ടോട്ടൽ വർക്ക്. 40, 60, 80 LCM 240 ആണ്. സോ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 240 ആണ്. അപ്പോൾ എയുടെ എഫിഷ്യൻസി എത്ര ആയിരിക്കും? 6 ആയിരിക്കും. ബിയുടെ എഫിഷ്യൻസി എത്ര ആയിരിക്കും? 4 ആയിരിക്കും. സിയുടെ എഫിഷ്യൻസി 3 ആയിരിക്കും. ഓക്കെ, എഫിഷ്യൻസി എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് ആണ്. ഓക്കെ, അപ്പോൾ എയുടെ എഫിഷ്യൻസി 6, ബിയുടെ എഫിഷ്യൻസി 4, സിയുടെ എഫിഷ്യൻസി 3. ഇനി എ 11 ദിവസങ്ങൾക്ക് മുന്നേ പോയി. ഓക്കെ, അപ്പോൾ എനെ നമ്മൾ അവിടെ പിടിച്ചു നിർത്തിയിരുന്നെങ്കിൽ, അതായത് 11 ഡേയ്സും കൂടി വർക്ക് ചെയ്തിരുന്നെങ്കിൽ, അതായത് അഡീഷണൽ 11 ഡേയ്സും കൂടി വർക്ക് ചെയ്തിരുന്നെങ്കിൽ എ എത്ര വർക്ക് ചെയ്തേനെ? അതായത് 11 × 6 66. ഓക്കെ, 11 × 6 66, അതായത് നമ്പർ ഓഫ് ഡേയ്സ് ഇൻറ്റു എഫിഷ്യൻസി ചെയ്താൽ വർക്ക് കിട്ടും. ഇനി അതേപോലെ തന്നെ ബീനെയും അവിടെ നമ്മൾ പിടിച്ചിരുത്തി. അങ്ങനെയാണെങ്കിൽ ബിയുടെ അധിക വർക്ക് എത്രയാണ്? ബിയുടെ അധിക വർക്ക് എന്ന് പറയുന്നത് ഈ 8 ദിവസം കൂടി വർക്ക് ചെയ്തായിരുന്നെങ്കിൽ, സോ 8 ദിവസം കൂടി വർക്ക് ചെയ്തായിരുന്നെങ്കിൽ 8 × 4 32 വർക്ക്. സോ അധിക വർക്ക് എത്ര വന്നു? അധിക വർക്ക് എത്ര വന്നു? 98 വർക്ക്
അധികമായിട്ട് വന്നു. അപ്പോൾ ടോട്ടൽ വർക്ക് എത്ര വരും? 240 പ്ലസ് 98, അതായത് 240 പ്ലസ് 98 8 13 338. സോ വർക്ക് എന്ന് പറയുന്നത് എന്താ? 338 ആണ്. സോ വർക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ എഫിഷ്യൻസി. ഇവരുടെ ടോട്ടൽ എഫിഷ്യൻസി എത്ര? 6 4 3 6 പ്ലസ് 4 10 10 പ്ലസ് 3 13. സോ ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ 13 ആണ് ആൻസർ. 26 എന്ന് കിട്ടും. ഓക്കെ, സോ ദ ആൻസർ ഈസ് 26. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. cos 20 ഇൻറ്റു cos 40 ഇൻറ്റു cos 80 എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യാം. ഇത് ഓർത്തിരിക്കുക. cos തീറ്റ ഇൻറ്റു cos 60 മൈനസ് തീറ്റ ഇൻറ്റു cos 60 പ്ലസ് തീറ്റ ഈസ് ഈക്വൽ ടു 1/4 cos 3 തീറ്റ. ഇതാണ് ഫോർമുല. അതായത് എന്താണ്? cos തീറ്റ ഇൻറ്റു cos 60 മൈനസ് തീറ്റ ഇൻറ്റു cos 60 പ്ലസ് തീറ്റ എന്ന് വരികയാണെങ്കിൽ അതിൻ്റെ ഉത്തരം എന്തായിരിക്കും? 1/4 cos 3 തീറ്റ. ഓക്കെ, അപ്പോൾ ഇവിടെ തീറ്റ എന്താ? 20 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. cos 20 ഇൻറ്റു cos 40 ഇൻറ്റു cos 80 ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു cos 3 ഇൻറ്റു 20 cos 60 1/4 ഇൻറ്റു cos 60. നമുക്കറിയാം cos 60 എന്ന് പറയുന്നത് 1/2 ആണ്. സോ ദി ആൻസർ ഈസ് 1/8. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The elevation angle is 30 degree and the distance from the horizontal is 25 centimeter. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി പോൾ. ഓക്കെ, അതായത് എലിവേഷൻ ആംഗിൾ 30 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഇത് 30 ഡിഗ്രി ആണ്. ഇനി ഫ്രം ദി ഹൊറിസോണ്ടൽ എന്ന് തന്നിട്ടുണ്ട്. ഈ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലേ, 25 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദി പോൾ. ഈ ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ABC എന്ന് നമ്മൾ നെയിം ചെയ്താൽ BC നമുക്ക് തന്നിട്ടുണ്ട്, AB ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോൾ ഇതിൻ്റെ ഇക്വാലൻ്റ് ആയിട്ടൊരു ഫിഗർ വരിക. അതായത് ഫോർ എക്സാമ്പിൾ 30 ഡിഗ്രി. ഓക്കെ, 30 ഡിഗ്രി എന്ന് പറയുന്നത് സൈൻ 30 ഡിഗ്രി എന്ന് പറയുന്നത് എന്താ? 1/2. ഇനി സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. സോ 1 ഇവിടെ 2 ഇവിടെ, അപ്പോൾ ഇവിടെ എന്താ വരും? √3. ഓക്കെ, ഇനി ഇതിനെ ഇക്വേറ്റ് ചെയ്യുക. അതായത് 25യുടെ സ്ഥാനത്താണ് 2 വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 ഈസ് ഈക്വൽ ടു 25 ആണ്. നമുക്ക് വേണ്ടത് എന്താ? ഓക്കെ, സോറി, സൈൻ 30 എന്ന് പറയുന്നത് 1/2 ആണ്, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ 2 ഇവിടെ √3 ഇവിടെ. ഓക്കെ, ഇനി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. √3യുടെ വാല്യൂ ആണ് നമുക്ക് തന്നിരിക്കുന്നത് 25. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദിച്ചിരിക്കുന്നത് 1ൻ്റെ വാല്യൂ ആണ്. ഓക്കെ, 1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 25/√3. സോ ദി ആൻസർ ഈസ് 25 ഡിവൈഡഡ് ബൈ √3. ഓക്കെ, ഇത് നിങ്ങൾക്ക് tan 30 അപ്ലൈ ചെയ്താലും ഉത്തരം കിട്ടും. tan 30 എന്താണ്? tan 30 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. അതായത് AB ബൈ BC. BC എത്ര? 25 ആണ്. tan 30 എന്ന് പറയുന്നത് 1/√3 ആണ്. സോ AB എന്ന് പറയുന്നത് എന്ത് വരും? 25/√3. അപ്പോഴും നിങ്ങൾക്ക് ആൻസർ കിട്ടും. എന്നാലും ഈ മെത്തേഡായിരിക്കും നമുക്ക് മിക്ക കേസിലും ഉപകാരം, അതായത് ഹെൽപ്ഫുൾ ആവുക. ഓക്കെ, അപ്പോൾ ദി ആൻസർ ഈസ് 25/√3. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് 432 ഇൻറ്റു 499 431. ഓക്കെ, ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കുക, അതാണ് ചോദ്യം. ഇനി നമുക്ക് സെർട്ടൺ ഡിജിറ്റ്സിൻ്റെ സൈക്ലിസിറ്റി നോക്കാം അല്ലേ. നമുക്ക് സൈക്ലിസിറ്റി നോക്കാം. അതായത് 2 3 4 5 6 7 8 9. അതായത് പവറാണ് 1 2 3 4 5 എക്സെട്ര എക്സെട്ര. 2⁻1 2, 2⁻2 4, 2⁻3 8, 2⁻4 16. ഐ മീൻ യൂണിറ്റ് ഡിജിറ്റാണ് മാത്രമാണ് എഴുതുന്നത്. 16 ആണ്. സോ യൂണിറ്റ് ഡിജിറ്റ് 6. ഇനി 2�5 എന്ന് പറയുന്നത് എന്താ? 32. അവിടെ എന്താ വരുന്നത്? യൂണിറ്റ് ഡിജിറ്റ് 2 ആണ് വരുന്നത്. സോ ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ 2ന് ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യാണ്. ഇനി അടുത്തത് 3. 3⁻1 എന്ന് പറയുന്നത് 3 ആണ്. 3 സ്ക്വയർ 9, 3 ക്യൂബ് 27. സോ 7. 3⁻4 81 ആണ്. സോ 1.
3/5 243. പിന്നെയും ഇവിടെ 3 ആണ് വരുന്നത്. ഇത് തന്നെയായിരിക്കും റിപ്പീറ്റ് ചെയ്യുക. സോ അവിടെ തീർന്നു. ഇനി 4:1 4. 4 സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ്. 6. 4 ക്യൂബ് എന്ന് പറയുന്നത് 64 ആണ്. സോ യൂണിറ്റ് ഡിജിറ്റ് 4. ഇനി 4/4 എന്ന് പറയുന്നത് 256 ആണ്. അവിടെ എന്ത് വന്നു? യൂണിറ്റ് ഡിജിറ്റ് 6 വന്നു. സോ ഒരു കാര്യം ശ്രദ്ധിക്കുക, 4ൻ്റെ പവർ ഓഡാണെങ്കിൽ, അതായത് 4:1 4:3 4:5 അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും യൂണിറ്റ് ഡിജിറ്റ്? യൂണിറ്റ് ഡിജിറ്റ് 4 ആയിരിക്കും. 4ൻ്റെ പവർ ഈവൻ ആണെങ്കിൽ, അതായത് 2 4 6 അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് 6 ആയിരിക്കും. ഓർത്തിരിക്കുക. ഇനി 5 നോക്കാം. 5:1 5 ആണ്. 5 സ്ക്വയർ 25 ആണ്. എല്ലാം 5 ആണ്. ഓക്കെ, 5ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എപ്പോഴും 5 ആണ്. ഇനി നമുക്ക് 6ൻ്റെ നോക്കാം. 6ഉം അതേപോലെ തന്നെ 6:1 6 ആണ്. 6 സ്ക്വയർ 36 6 ആണ്. 6:3 216 6 ആണ്. അപ്പോൾ 6ൻ്റെ പവേഴ്സ് എല്ലാം യൂണിറ്റ് ഡിജിറ്റ്സ് 6 തന്നെ. ഇനി അടുത്ത് 7 നോക്കാം. 7:1 7. 7 സ്ക്വയർ 49 യൂണിറ്റ് ഡിജിറ്റ് 9. 7 ക്യൂബ് 49 ഇൻറ്റു 7 അതായത് 343. അവിടെ യൂണിറ്റ് ഡിജിറ്റ് എന്ത് വന്നു? 3 വന്നു. ഇനി 7:4 അതായത് 343 ഇൻറ്റു 7 ആണ് വരിക. സോ അവിടെ യൂണിറ്റ് ഡിജിറ്റ് 1 ആയിരിക്കും. 7 9 3 1. ഇനി 7:5 അതായത് 1 ഇൻറ്റു 7 ആണ് വരാൻ പോകുന്നത്. അവിടെ ഈ സൈക്ലിസിറ്റി റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, ഇനി 8 നോക്കാം. 8:1 8 ആണ്. 8 സ്ക്വയർ 64 4 ആണ്. ഇനി 64 ഇൻറ്റു 8 512. 8 ക്യൂബ് 512 ആണ്. അപ്പോൾ അവിടെ യൂണിറ്റ് ഡിജിറ്റ് 2. 8:4 അതായത് 512 ഇൻറ്റു 8 ഇവിടെ 6 ആണ്. യൂണിറ്റ് ഡിജിറ്റ് 6. ഇനി 8:5 അതായത് ഇവിടെ 6 ഇൻറ്റു 8 ആണ് വരുന്നത്. അപ്പോൾ എന്തായി? 8 തന്നെ വന്നു യൂണിറ്റ് ഡിജിറ്റ്. അതായത് ഇവിടെയും റിപ്പീറ്റ് ചെയ്യാണ്. ഓക്കെ, ഇനി 9ൻ്റെ നോക്കാം. 9:1 9. 9 സ്ക്വയർ 81 1. 9 ക്യൂബ് 729 9. 9:4 അവിടെയും യൂണിറ്റ് ഡിജിറ്റ് 1 വരും. അപ്പോൾ 4ഉം 9ഉം ഒരേ കാറ്റഗറിയിൽ വരുന്നതാണ്. അതായത് 9ൻ്റെ പവർ ഓഡാണെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് 9 ആയിരിക്കും. 9ൻ്റെ പവർ ഈവൻ ആണെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് എത്ര ആയിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഓവറോൾ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ 2 3 7 8 എന്താണ് ഈ കാറ്റഗറി നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താ? ഇവർ സൈക്ലിസിറ്റി റിപ്പീറ്റ് ചെയ്യുന്ന നമ്പേഴ്സ് ആയിരിക്കും. 2 3 7 8. ഇനി 5 and 6 യൂണിറ്റ് ഡിജിറ്റ് എപ്പോഴും ആ നമ്പർ തന്നെ ആയിരിക്കും, 5 and 6. ഇനി അടുത്ത കാറ്റഗറി 4 and 9. 4 and 9 എന്തായിരിക്കും? 4 വന്നു കഴിഞ്ഞാൽ പവർ ഓഡാണെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് 4 ആയിരിക്കും. ഈവൻ ആണെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് 6 ആയിരിക്കും. ഇനി 9 ആണെങ്കിലോ? പവർ 1 ആണെങ്കിൽ ഓഡാണെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് 9 ആയിരിക്കും. പവർ ഈവൻ ആണെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് 1 ആയിരിക്കും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അപ്പോൾ നമുക്ക് 5 6 4 9 അതൊക്കെ സിമ്പിളായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇനി 2 3 7 8 ആണ് യൂണിറ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്നതെങ്കിൽ, ഓക്കെ 2 3 7 8 ആണ് യൂണിറ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്നതെങ്കിൽ അതിൻ്റെ പവറിനെ 4 കൊണ്ട് ഹരിക്കുക, എന്നിട്ട് ആ റിമൈൻഡർ എഴുതുക. ഫോർ എക്സാമ്പിൾ ഈ ക്വസ്റ്റിനിൽ തന്നെ നോക്കാം. ഓക്കെ, അതായത് ഇവിടെ 432 ആണ്. 432 ആണ്. അവിടെ യൂണിറ്റ് ഡിജിറ്റ് 2 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? 412 ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. ഓക്കെ, ഇത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിരിക്കും. കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെങ്കിൽ 4 എന്ന് എഴുതുക. അതായത് 2 പവർ അതിൻ്റെ റിമൈൻഡർ ആണ് എഴുതേണ്ടത്. 2 പവർ ഇവിടെ കിട്ടുന്ന റിമൈൻഡർ ആണ് എഴുതേണ്ടത്. സോ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെങ്കിൽ 4 ആയിരിക്കും. ഓക്കെ, 2 പവർ 4 ആയിരിക്കും. 2 പവർ 4 എന്താണ്? 16 ആണ്. അവിടെ യൂണിറ്റ് ഡിജിറ്റ് എന്താണ്? 6 ആണ്. സോ 432 412 എന്ന് പറയുന്ന സംഖ്യയുടെ യൂണിറ്റ് ഡിജിറ്റ് എന്താണ്? 6 ആണ്. ഓർത്തിരിക്കുക, യൂണിറ്റ് ഡിജിറ്റ് 6 ആണ്. ഓക്കെ, അപ്പോൾ ഇവൻ്റെ യൂണിറ്റ് ഡിജിറ്റ് കിട്ടി. എത്രയാണ്? 6 ഇൻറ്റു ഇനി നോക്കിയേ, ഇവിടെ എന്താ നമ്പർ? 9 ആണ്. 9 പവർ എന്താണ്? ഓഡാണ്. ഓക്കെ, 9 ഓഡ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? 9 1 9
9^3 729. ഓക്കെ, അവിടെ യൂണിറ്റ് ഡിജിറ്റ് 9 ആയിരിക്കും. സോ 6 × 9 54 ആണ്, അവിടെ യൂണിറ്റ് ഡിജിറ്റ് 4 ആണ്. സോ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണ്? 4 ആണ്. ഓക്കെ, ഈ ക്വസ്റ്റിൻ്റെ ആൻസർ 4 ആണ്. ഓക്കെ, ദ യൂണിറ്റ് ഡിജിറ്റ് ഈസ് 4. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. The total number of students in a class is 250 and the average height of the class is 48. The average height of boys is 50 and the average height of girls is 45. Find the number of boys and girls in the class. Okay. അപ്പോൾ നമുക്ക് ബോയ്സിൻ്റെ ആവറേജ് ഹൈറ്റ് തന്നിട്ടുണ്ട് അല്ലേ? ബോയ്സിൻ്റെ ആവറേജ് ഹൈറ്റ് എത്ര? 50. ഗേൾസിൻ്റെ ആവറേജ് ഹൈറ്റ് എത്ര? 45. ഇനി ക്ലാസിൻ്റെ ആവറേജ് ഹൈറ്റ് എത്ര? അതായത് ആവറേജ് ആയിരിക്കും. ആവറേജ് ഹൈറ്റ് എത്ര? 48. ഓക്കെ, അപ്പോൾ ഇത് മിക്സർ ആൻഡ് അലിഗേഷൻ മെത്തേഡിൽ നമുക്ക് സോൾവ് ചെയ്യാം. ഈ റേഷ്യോ എത്ര കിട്ടും? 50 - 48, ഇവിടെ 2, ഇവിടെയോ 48 - 45 3. ഓക്കെ, അപ്പോൾ ഇവിടെ ബോയ്സിൻ്റെ റേഷ്യോ 3 ആണ്, ഗേൾസിൻ്റെ റേഷ്യോ 2 ആണ്. ഇനി ടോട്ടൽ നമ്പർ എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? 250 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ടോട്ടൽ എത്ര? 5. ഈ 5 ആണ് 250. അങ്ങനെയാണെങ്കിൽ 1 എത്ര കിട്ടും? 50. ഓക്കെ, 150 ആണ്. അങ്ങനെയാണെങ്കിൽ 3 എത്രയായിരിക്കും? 150. 2 എത്രയായിരിക്കും? 100. ഓക്കെ, സോ ദി നമ്പർ ഓഫ് ബോയ്സ് ആർ 150 ആൻഡ് ദി നമ്പർ ഓഫ് ഗേൾസ് ആർ 300. ഓക്കെ, 100, 150ഉം 100ഉം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The speed of a train is 80 km/h. 1 hour after the train departs from the station, another train starts running at a speed of 100 km/h. After how long both trains will meet? ഓക്കെ, അതായത് ഒരു ട്രെയിനിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട്. എത്രയാണ്? 80 അല്ലേ? 80. ഒരു മണിക്കൂറിന് ശേഷം, അതായത് ആ ട്രെയിൻ ഡിപ്പാർട്ട് ചെയ്ത് ഒരു മണിക്കൂറിന് ശേഷം വേറെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ട്രെയിനിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട് 100 km/h. ഓക്കെ, ആ ട്രെയിൻ സ്പീഡ് കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ എത്ര മണിക്കൂർ കൊണ്ടായിരിക്കും അവർ മീറ്റ് ചെയ്യുക? ഓക്കെ, അപ്പോൾ ഒരു മണിക്കൂറിൽ, അതായത് ഒരു മണിക്കൂറിന് ശേഷമാണ് ഈ ട്രെയിൻ പുറപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ട്രെയിൻ ഒരു മണിക്കൂർ കൊണ്ട് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്ര? 80 km/h എന്ന് തന്നിട്ടുണ്ട്. സോ 1 ഹവറിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും? 80 km ആയിരിക്കും ട്രാവൽ ചെയ്യുക. ഇനി നമ്മുടെ ടൈമിൻ്റെ ഫോർമുല എന്താ? ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഇനി രണ്ട് ട്രെയിനും ഒരേ ഡയറക്ഷനിൽ പോകുന്നത് കൊണ്ട് ഇവിടെ ആവറേജ് സ്പീഡായിരിക്കും. സോ ഒരേ ഡയറക്ഷനിലാണെങ്കിൽ മൈനസ് ചെയ്യുക. സോ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 100 - 80 20 ആണ്. സോ ടൈം കിട്ടി 80/20, 4 hours ആണ് ആൻസർ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. sin a plus b is equal to cos a minus b is equal to √3/2 and a and b are acute angles, then angle a and b are. ഓക്കെ, sin a plus b തന്നിട്ടുണ്ട്, cos a minus b തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എയും ബിയും എത്രയാണ്? അതാണ് ചോദ്യം. നമുക്കറിയാം sin 60 ഡിഗ്രി ആണ് √3/2, cos 30 ഡിഗ്രി ആണ് √3/2. ഓക്കെ, ഇനി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. sin a plus b √3/2 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ a plus b എന്ന് പറയുന്നത് എന്താ? 60 ഡിഗ്രി. cos a minus b √3/2 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ a minus b എന്ന് പറയുന്നത് എന്താ? 30 ഡിഗ്രി. ഇത് സിംപ്ലിഫൈ ചെയ്യുക. a is equal to 45 എന്ന് കിട്ടും, b is equal to 15 എന്ന് കിട്ടും. സോ a എന്ന് പറയുന്നത് 45ഉം b എന്ന് പറയുന്നത് എന്താ? 15ഉം ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ട്രിഗ്നോമെട്രി ക്വസ്റ്റ്യൻ ആണ്. cos a ഡിവൈഡഡ് ബൈ cosec a plus 1 പ്ലസ് cos a ഡിവൈഡഡ് ബൈ cosec a minus 1 ഈസ് ഈക്വൽ ടു 2. അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ cos a കോമൺ ആണ്. cos a പുറത്തെടുക്കാം. എന്ത് വരും? 1 ബൈ cosec a plus 1 പ്ലസ് 1 ബൈ cosec a minus 1 ഈസ് ഈക്വൽ ടു 2. ഓക്കെ, ഇനി cos a ഈസ് ഈക്വൽ ടു cos a ഇൻറ്റു ഈ cosec, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സിംപ്ലിഫൈ ചെയ്യാം. cosec a minus 1 ഇങ്ങോട്ട് വന്നു, cosec a plus 1 ഇങ്ങോട്ട് വന്നു, 1ഉം 1ഉം ക്യാൻസലായി. 2 ഇൻറ്റു cosec a ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു cosec a ഡിവൈഡഡ് ബൈ ഇത് a പ്ലസ് ബി ആണ്, ഇത് a മൈനസ് ബി ആണ്. സോ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? a² മൈനസ് b² ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം cosec² a minus 1 ആയിരിക്കും. cosec² a minus 1 എന്ന് പറയുന്നത് എന്താ?
കോട്ട് സ്ക്വയർ എ ആണ്. ഓക്കെ, 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു കൊസീക് സ്ക്വയർ തീറ്റ എന്നതാണ് ഐഡൻറ്റിറ്റി. സോ കൊസീക് സ്ക്വയർ എ മൈനസ് 1 എന്ന് പറയുന്നത് എന്താ? കോട്ട് സ്ക്വയർ എ ആയിരിക്കും. അപ്പോൾ സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കോട്ട് സ്ക്വയർ എ ഈസ് ഈക്വൽ ടു 2. ഇനി കോസ് എ ഇൻറ്റു 2 കൊസീക് എ. 2 കൊസീക് എ എന്ന് പറയുന്നത് 2/sin a ആണ്. അത് ഞാനിവിടെ എഴുതി. ഇൻറ്റു ഇവിടെ ഒരു കോട്ട് സ്ക്വയർ ഉണ്ട്, ഡിവൈഡഡ് ബൈ കോട്ട് സ്ക്വയർ എ. അതായത് കോസ് എ ഇൻറ്റു 2 ഇൻറ്റു കൊസീക് എ എന്ന് പറയുന്നത് 1/sin a ആണ്. അത് ഞാനിവിടെ എഴുതി. ഇൻറ്റു 1 അതായത് ഡിവൈഡഡ് ബൈ കോട്ട് സ്ക്വയർ എ അതിവിടെ എഴുതി. ഇനി ഇത് ഈക്വൽ ടു 2. ഓക്കെ, ഇനി ശ്രദ്ധിച്ചേ, കോസ് എ ബൈ സൈൻ എ എന്താ? കോട്ടയാണ് അല്ലേ? സോ 2 ഇൻറ്റു കോട്ടെ ഡിവൈഡഡ് ബൈ കോട്ട് സ്ക്വയർ എ ഈസ് ഈക്വൽ ടു 2. ഈ 2 2 ക്യാൻസൽ ചെയ്യാം. സോ എന്ത് കിട്ടി? കോട്ടെ ഈസ് ഈക്വൽ ടു 1. കോട്ടെ 1 ആണെങ്കിൽ ആംഗിൾ എ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. ഓക്കെ, ആംഗിൾ എ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. ഓക്കെ, അതായത് നമ്മൾ എന്താ ചെയ്തത്? കോസ് എ പുറത്തെടുത്തു. സോ 1 കൊസീക് എ പ്ലസ് 1 പ്ലസ് 1 കൊസീക് എ മൈനസ് 1. ഇത് സിംപ്ലിഫൈ ചെയ്താൽ 1 1 ക്യാൻസലായി. മുകളിൽ എന്ത് കിട്ടും? 2 കൊസീക് എ. അടിയിൽ എന്ത് കിട്ടും? കൊസീക് സ്ക്വയർ എ മൈനസ് 1. കൊസീക് സ്ക്വയർ എ മൈനസ് 1 എന്താണ്? കോട്ട് സ്ക്വയർ എ ആണ്. സോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി കൊസീക് എ എന്താണ്? 1/sin a ആണ്. സോ കോസ് എ ബൈ സൈൻ എ എന്ത് കിട്ടി? കോട്ടെ എന്ന് കിട്ടി. കോട്ടെ ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ കോട്ട് സ്ക്വയർ എ. 2 2 ക്യാൻസൽ ചെയ്തു. അവസാനം കോട്ടെ എന്ത് കിട്ടി? 1 കിട്ടി. കോട്ടെ 1 ആണെങ്കിൽ ആംഗിൾ എ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. LCM ഈസ് ഈക്വൽ ടു 156, HCF ഈസ് ഈക്വൽ ടു 26. അങ്ങനെയാണെങ്കിൽ എ മൈനസ് ബി ഈസ് ഈക്വൽ ടു 26. ദെൻ എ പ്ലസ് ബി എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, LCM ഈസ് ഈക്വൽ ടു 156, HCF 26 ആണെന്ന് തന്നിട്ടുണ്ട്. എ മൈനസ് ബി 26 ആണെന്ന് തന്നിട്ടുണ്ട്. എ പ്ലസ് ബി എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് HCF 26 ആയതുകൊണ്ട് നമുക്ക് ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് ഞാൻ 26A എന്ന് എടുത്തു. ക്യാപിറ്റൽ ബി എന്ന് പറയുന്നത് 26B എന്ന് എടുത്തു. നമുക്കറിയാം പ്രോഡക്റ്റ് ഓഫ് ദി 2 നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് LCM ആൻഡ് HCF എന്നാണ്. അതായത് 2 നമ്പറിൻ്റെ പ്രോഡക്റ്റ്, അതായത് എ ഇൻറ്റു ബി, അതായത് 26A ഇൻറ്റു 26B എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് HCF ഇൻറ്റു LCM ആണ്. അതായത് 156 ഇൻറ്റു 26. ഓക്കെ, 26ഉം ക്യാൻസൽ ചെയ്തു. ഈ 26ഉം 156ഉം ക്യാൻസൽ ചെയ്തു. 6. സോ എ ഇൻറ്റു ബി എന്ന് പറയുന്നത് 6 ആണ്. എ ഇൻറ്റു ബി എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ എ ആയിട്ടും ബി ആയിട്ടും കോ പ്രൈംസിനാണ് സെലക്ട് ചെയ്യുക. ഓക്കെ, കോ പ്രൈംസിനാണ് സെലക്ട് ചെയ്യേണ്ടത്. എന്താണ് കോ പ്രൈംസ്? ഫോർ എക്സാമ്പിൾ ഞാൻ 6ഉം 1 എടുത്തു. അങ്ങനെ എടുത്തെന്ന് വിചാരിക്കുക. എ 6 ആയിട്ടും ബി 1 ആയിട്ടും, തിരിച്ചെടുത്താലും കുഴപ്പമില്ല. എ 6 ആയിട്ടും ബി 1 ആയിട്ടും എടുത്തു. ഈ 2 നമ്പേഴ്സിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഫാക്ടേഴ്സ് ആരാ ഉള്ളത്? ആരുമില്ല, 1 മാത്രമേ ഉള്ളൂ. അതായത് 6നെയും 1ൻ്റെയും HCF എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അതാണ് കോ പ്രൈംസ് ആയിട്ടുള്ള നമ്പേഴ്സ് എന്ന് ഞാൻ പറയുന്നത്. ഇനി അപ്പോൾ നമുക്ക് ആദ്യം 6ഉം 1ഉം ആയിട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് നോക്കാം. ഇനി നമുക്ക് തന്നിട്ടുണ്ട് എ മൈനസ് ബി ഈക്വൽ ടു 26 എന്ന് തന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, എ മൈനസ് ബി 26 തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 26A മൈനസ് 26B ആണ്. 26 കോമൺ ആക്കി എടുത്താൽ 26 ഇൻറ്റു എ മൈനസ് ബി. എ മൈനസ് ബി എന്ത് കിട്ടും? ഇവിടെ 5 ആണ്. 26 ഇൻറ്റു 5 എത്ര? 130 ആണ് നമുക്കിവിടെ കിട്ടുന്നത്. പക്ഷേ നമുക്ക് കിട്ടേണ്ടത് എന്താ? 26 ആണ് കിട്ടേണ്ടത്. സോ ഈ പെയർ തെറ്റാണ്. ഓക്കെ, ഇനി അടുത്ത പെയർ നോക്കാം. എ ഇൻറ്റു ബി 6 ആണ്. അങ്ങനെയാണെങ്കിൽ എ 3 ആയിട്ട് എടുക്കാം, ബി 2 ആയിട്ട് എടുക്കാം. ഓക്കെ, എ 3 ആയിട്ട് എടുക്കാം, ബി 2 ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ എ മൈനസ് ബി എന്ത് കിട്ടും? നമുക്ക് എ മൈനസ് ബി എന്താണ് കിട്ടേണ്ടത്? 26 ആണ് കിട്ടേണ്ടത് അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ മൈനസ് ബി 26 ഇൻറ്റു എ മൈനസ് ബി. നേരത്തെ ചെയ്ത പോലെ തന്നെ 26 ഇൻറ്റു എ മൈനസ് ബി. എ എന്ന് പറയുന്നത് 3 ആണ്, ബി എന്ന് പറയുന്നത് 2 ആണ്. സോ ഇവിടെ 3, ഇവിടെ 2. അങ്ങനെയാണെങ്കിൽ 3 - 2 1 ആണ്. ഇവിടെ ഉത്തരം എന്ത് കിട്ടി? 26 എന്ന് കിട്ടി. കണ്ട? അപ്പോൾ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ പേഴ്സ് എന്തൊക്കെയാണ്? 3ഉം 2 ആണ്. എ 3 ആണ്, ബി 2 ആണ്. സോ
ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ പ്ലസ് ബി ആണ്. എ പ്ലസ് ബി എന്ന് പറയുന്നത് 26 ഇൻറ്റു എന്താണ് എ പ്ലസ് ബി ആണ്. സോ എ പ്ലസ് ബി അവിടെ നിന്ന് കിട്ടും 5. 26 ഇൻറ്റു 5 26 ഇൻറ്റു 5 130 ആണ് ആൻസർ. ഓക്കെ, ദ ആൻസർ ഈസ് 135. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദർ ഈസ് 60% ഇൻക്രീസ് ഇൻ ആൻ എമൗണ്ട് ഇൻ 5 years അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ്. What will be the compound interest on rupees 6,250 for 2 years at the same rate of interest when interest is compounded annually? അതായത് 5 വർഷം കൊണ്ട് എത്ര ശതമാനം ഇൻക്രീസ് ഉണ്ടായി? 60% ഇൻക്രീസ് ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് എത്രയായിരിക്കും? 5 വർഷം കൊണ്ട് 60 ആണെങ്കിൽ ഒരു വർഷം കൊണ്ട് 12. സോ റേറ്റ് 12 ആണ്. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താ? വാട്ട് വിൽ ബി ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ റുപ്പീസ് 6,250 ഫോർ 2 years? അതായത് 2 വർഷം എത്ര പ്രിൻസിപ്പിൾ? 6,250 രൂപ. അങ്ങനെയാണെങ്കിൽ 12% വെച്ച് എത്രയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നതാണ്. ഓക്കെ, സോ നമുക്കറിയാം 12% എന്ന് പറയുന്നത് 12/100 ആണ്. അതായത് 3/25 വരും. ഇനി ഫസ്റ്റ് ഇയറിൽ എങ്ങനെ വരും? ഫസ്റ്റ് ഇയറിൽ 6250യുടെ 3/25 എന്ന് പറയുന്നത് എന്താ? ഇത് ക്യാൻസൽ ചെയ്യാം. 25 250 ഇൻറ്റു 3 750. ഫസ്റ്റ് ഇയറിൽ 750 വരും. സെക്കൻഡ് ഇയറിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് സെയിം ആയിരിക്കും, 750 വരും. പക്ഷേ അതിൻ്റെ കൂടെ 750യുടെ 3/25 കൂടി എടുക്കണം, കാരണം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. അത് എത്ര വരും? 90 വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര വരും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്? ടോട്ടൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര വരും? 750. അതായത് ഫസ്റ്റ് ഇയറിലെ 750 പ്ലസ് സെക്കൻഡ് ഇയറിലെ 750 പ്ലസ് അതിൻ്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അതായത് 90. സോ 1590. ഓക്കെ, ദ ആൻസർ ഈസ് 1590. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The interest rate on a money for first 2 years is 8%. Then for 4 years is 10%. Then after 6 years 12% is 27,600. What will be the principal if the total interest is taken in 9 years? അതായത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ആദ്യത്തെ 2 വർഷത്തേക്ക് എത്രയായിരിക്കും? 8% ആയിരിക്കും. അതായത് ഓരോ വർഷവും 8%. പിന്നത്തെ 4 വർഷത്തേക്ക്, അതായത് 2 കഴിഞ്ഞിട്ട് പിന്നത്തെ 4 വർഷത്തേക്ക് എത്രയായിരിക്കും? 10% ആയിരിക്കും. പിന്നെ 6 വർഷത്തിന് ശേഷം, അതായത് 2 4 കഴിഞ്ഞ് 6 വർഷത്തിന് ശേഷം എത്രയായിരിക്കും ഇൻട്രസ്റ്റ്? 12%. ഓക്കെ, അതായത് 6 വർഷത്തിന് ശേഷം എത്രയായിരിക്കും? 12% ആയിരിക്കും ഇൻട്രസ്റ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് 27,600. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പൽ എത്രയായിരുന്നു? അതാണ് ചോദ്യം. ഓക്കെ, പക്ഷേ നമ്മളിവിടെ എടുത്തിരുന്നത് അല്ലെങ്കിൽ എത്ര വർഷത്തേക്കാണ് നമുക്ക് വേണ്ടത്? 9 വർഷത്തെ പ്രിൻസിപ്പളാണ് അല്ലേ? 9 വർഷമാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. സോ നമുക്ക് 9 വർഷത്തിൻ്റെ എടുത്താൽ മതി. ആദ്യത്തെ 2 വർഷം എത്രയാണ്? 8%. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പെർസെൻറ്റേജ് എത്ര വന്നു? റേറ്റ് എത്ര വന്നു? 16%. ഇനി പിന്നത്തെ 4 വർഷം എത്രയാണ്? 10%. സോ എത്ര വന്നു ടോട്ടൽ? 40%. ഇനി 2 + 4 ഇപ്പോൾ തന്നെ 6 years ആയി. ഇനി നമുക്ക് വേണ്ടത് 9 years വരെയുള്ളതാണ്. സോ ഇനി നമുക്ക് അടുത്ത 3 വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് മതി. 3 വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 6ന് ശേഷം 12 ആണ്. സോ 3 × 12 36. ഓക്കെ, അപ്പോൾ മൊത്തം റേറ്റ് എത്ര വന്നു? 16 + 40 56 + 36 92. 92% ആണ് നമുക്ക് മൊത്തം ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത്. ഇനി എക്സ് ആണ് നമ്മുടെ പ്രിൻസിപ്പൾ എങ്കിൽ എക്സിൻ്റെ 92% ആണ് എന്ത്? ഈ ഇൻട്രസ്റ്റ്. ഓക്കെ, എക്സിൻ്റെ 92% ഈ ഇൻട്രസ്റ്റ്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? അതായത് നമ്മുടെ പ്രിൻസിപ്പൾ എന്തായിരിക്കും? ഇത് ഇവിടെ നിന്ന് കട്ട് ചെയ്യാം. ഇത് 3 ആണല്ലേ? സോ 300 × 100 അതായത് എത്ര കിട്ടും? 30,000. സോ എക്സിൻ്റെ വാല്യൂ 30,000. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 1/2 of a sum of money is invested at 5% and 1/3 at 8% and the remainder at 10% simple interest.
If the simple interest is rupees 820 in a year, then find the amount. Okay, അതായത് 1/2 of a sum of money is invested at 5%, 5%, 1/3 at 8%, and the remainder at 10% simple interest. അങ്ങനെയാണെങ്കിൽ if the simple interest is 820 in a year, then find the amount എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 1/2 1/3 എന്ന് വരുന്നതുകൊണ്ട് ഞാൻ സം 60 എന്നെടുത്തു. നമ്മുടെ പ്രിൻസിപ്പൾ, അതായത് സം എന്ന് പറയുന്നത്, എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? 60. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1/2 ഓഫ് എ സം, ആദ്യം 1/2 ഓഫ് എ സം, അതായത് 1/2 × 60, 30 എടുത്തത്, 30 ഇൻവെസ്റ്റ് ചെയ്തത് എത്ര ശതമാനത്തിലാണ്? 5%-ലാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ഇൻട്രസ്റ്റ് എത്ര വരും? 3 × 5 15, 15/10 1.5. ഓക്കെ, ഇനി 1/3 at 8%, അതായത് 60യുടെ 1/3 എത്ര വരും? 20. എത്ര? 8%-ലാണ് 20 ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ എത്ര വരും? 8/5 എന്ന് പറയുന്നത് 1/6 ആണ്. ഇനി റിമൈനിങ്. ഓക്കെ, റിമൈനിങ്, അപ്പോൾ 30 കഴിഞ്ഞു, 20 എടുത്തു, ഇനി റിമൈനിങ് എന്താ ഉള്ളത്? 10. റിമൈനിങ് എത്ര പെർസെൻറ്റേജിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? 10%-ലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് നമുക്ക് ഇവിടെ എഴുതാം. 10%-ലാണ് റിമൈനിങ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് എത്ര കിട്ടും? 1 എന്ന് കിട്ടും. ഓക്കെ, 1. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്ര ഇൻട്രസ്റ്റ് കിട്ടി നമുക്ക് ഇവിടെ നിന്ന്? ടോട്ടൽ, ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 1.5 + 1.6 + 1, ഇത് എത്ര കിട്ടും? 4.1. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് 4.1 ആണ് കിട്ടിയത്. പക്ഷേ ക്വസ്റ്റ്യനിൽ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 820 ആണ് കിട്ടുന്നത്. സോ 4.1 എന്ന് പറയുന്നത് 820 ആണ്. അങ്ങനെയാണെങ്കിൽ 1ൻ്റെ വാല്യൂ എത്ര? 1ൻ്റെ വാല്യൂ 820 ഡിവൈഡഡ് ബൈ 4.1. 4.1 എന്നുള്ളത് 41 ഡിവൈഡഡ് ബൈ 10 എന്ന് ഞാൻ എഴുതി. ഇവിടെ ഡിവൈഡ് ബൈ 10 വരും, ആ 10 മുകളിൽ വരും. സോ ഇതെത്ര? 200. 1 എന്ന് പറയുന്നത് 200. ഇനി നമ്മളിവിടെ എത്ര പ്രിൻസിപ്പിൾ എടുത്ത്? സം എടുത്ത് എത്ര? 60 ആണ് എടുത്തത്. സോ 1 200 ആണെങ്കിൽ 60 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 1200. സോറി, 12,000. ഓക്കെ, 1 200 ആണെങ്കിൽ 60 എന്ന് പറയുന്നത് 12,000. സോ ദ ആൻസർ ഈസ് 12,000. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A can do a job in 12 days and B's efficiency is 20% less than A's efficiency. In how many days can B alone do that work? അതായത് A ഒരു വർക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കും? 12 ദിവസം കൊണ്ട് തീർക്കും. പിന്നെ വേറെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ബിയുടെ എഫിഷ്യൻസി എയുടെ എഫിഷ്യൻസിയേക്കാളും 20% കുറവാണ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ബി എത്ര ദിവസം കൊണ്ട് ആ ജോലി തീർക്കും എന്നതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. എയുടെ എഫിഷ്യൻസി 100 എടുത്താൽ ബിയുടെ എഫിഷ്യൻസി എത്ര വരും? 80. കാരണം 20% കുറവാണ്. ഇത് സിംപ്ലിഫൈ ചെയ്യാം. ഇത് 5 ആണെങ്കിൽ ഇത് 4 ആയി. ഓക്കെ, അപ്പോൾ എയുടെ എഫിഷ്യൻസി 5 ആണെങ്കിൽ ബിയുടെ എഫിഷ്യൻസി 4 ആയി. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു, ഞാൻ നേരത്തെ പറഞ്ഞു, വർക്ക് ബൈ നമ്പർ ഓഫ് ഡേയ്സ് ആണ്. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡേയ്സ് ആണ്. അപ്പോൾ ഇവിടെ 5ഉം 4ഉം ആണെങ്കിൽ ഡേയ്സിൻ്റെ റേഷ്യോ എങ്ങനെ വരും? 4ഉം 5ഉം വരും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട്, ഈ എഫിഷ്യൻസി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡേയ്സ് ആയതുകൊണ്ട് 5ഉം 4ഉം എന്ന് വന്നാൽ ഡേയ്സിൻ്റെ റേഷ്യോ തിരിഞ്ഞു വരും, 4ഉം 5 എന്ന് വരും. ഇനി കമ്പയർ ചെയ്ത് നോക്കാം. അതായത് എയുടെ വാല്യൂ എന്താ? 12 ഡേയ്സ് ആണ് അല്ലേ? അപ്പോൾ 4ൻ്റെ സ്ഥാനത്ത് 12 ആണ്. അപ്പോൾ ഇവിടെ 3 മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെയും 3 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എത്ര കിട്ടി? ബിയുടെ അല്ലേ? ബി അലോൺ ക്യാൻ ഡു ദാറ്റ് വർക്ക് ഇൻ 15 ഡേയ്സ്. അപ്പോൾ ഇവിടെ ഉത്തരം എന്ത് കിട്ടി? 15. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ, ബി ആൻഡ് സി ആർ 3 പോയിൻറ്റ്സ് ഓൺ ദി സർക്കിൾ ഓഫ് ആൻഡ് എ ബി ഈക്വൽ ടു എ സി. ഓഫ് അല്ല, ആൻഡ് ആണ്. എ ബി ഈക്വൽ ടു എ സി ഈസ് ഈക്വൽ ടു 7√2 സെൻറ്റിമീറ്റർ ആൻഡ് ആംഗിൾ ബി എ സി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ റേഡിയസ് ഈസ് ഈക്വൽ ടു. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു സർക്കിൾ വരയ്ക്കാം. അതിനകത്ത് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത് അല്ലേ? എ ബി സി
എ ബി സി ആർ 3 പോയിൻറ്റ്സ് ഓൺ ദി സർക്കിൾ. ട്രയാങ്കിൾ ഫോം ചെയ്തു. എ ബി ഈക്വൽ ടു എ സി എന്ന് തന്നിട്ടുണ്ട്. 7√2 ആണ്. 7√2 ആണ്. ഇനി ബി എ സി ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റേഡിയസ് എത്ര എന്നാണ് ചോദ്യം. ഇവിടെ ശ്രദ്ധിക്കുക, ബി എ സി 90 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. സോ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഈ ബി സി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡയമീറ്റർ ആയിരിക്കും. ഇവിടെ ഒ സെൻറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ബി സി എന്ന് പറയുന്നത് എന്താണ്? ഡയമീറ്റർ ആണ്. ഇനി ഈ ട്രയാങ്കിൾ നോക്കുക, 90 ഡിഗ്രിയാണ്, ബി സി ഡയമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ എ ബി ഈക്വൽ ടു എ സി എന്ന് തന്നിട്ടുണ്ട്. രണ്ട് സൈഡും ഈക്വൽ ആണ്. അപ്പോൾ ഈ ട്രയാങ്കിൾ എന്താണ്? ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത് 45 ഡിഗ്രി, ഇത് 45 ഡിഗ്രി. ഈ സെയിം ട്രയാങ്കിൾ ഒന്ന് കൺസ്ട്രക്ട് ചെയ്യാം. അതായത് ഇങ്ങനെ വരച്ചു. ഇവിടെ ആംഗിൾ എ ബി എ സി. ഓക്കെ, എ ബി 7√2 എന്ന് തന്നിട്ടുണ്ട്. ഇനി എ സി 7√2 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബി സി എത്രയായിരിക്കും? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ട്രിഗ്നോമെട്രി വെച്ചിട്ട് ചെയ്യാം. tan 45 എന്ന് പറയുന്നത് 1/1 ആണ്. അപ്പോൾ ഇവിടെ 1, ഇവിടെ 1, ഇവിടെ എന്തായിരിക്കും? √2 ആയിരിക്കും. അപ്പോൾ 1ൻ്റെ സ്ഥാനത്ത് 7√2 ആണ്. അങ്ങനെയാണെങ്കിൽ √2യുടെ സ്ഥാനത്ത് എന്തായിരിക്കും? √2 × 7√2, അങ്ങനെയാണെങ്കിൽ 14. അപ്പോൾ ബി സി എത്ര കിട്ടി? 14. സോ ബി സി 14 ആണെങ്കിൽ റേഡിയസ് എത്രയായിരിക്കും? ബി സി ഡയമീറ്റർ ആണ്, ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് ഡയമീറ്ററിൻ്റെ പകുതി, അതായത് r = 7. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ആൻസർ 7 ആണ്. എക്സ് പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 1/12 ആൻഡ് എക്സ് സ്ക്വയർ മൈനസ് 1/x² ഈസ് ഈക്വൽ ടു 53. ദെൻ എക്സ് റേസ് ടു 4 മൈനസ് 1/x4 ഈസ് ഈക്വൽ ടു, അതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എക്സ് റേസ് ടു 4 മൈനസ് 1/x4 ആണ്. ഇതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? അതായത് നമുക്കറിയാം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്നത് a² - b² ആണ്. അതിവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ എങ്ങനെ എഴുതി? x² + 1/x² ഇൻറ്റു x² - 1/x² എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ നോക്കാം. എ എന്താ? x², ബി എന്താ? 1/x². അപ്പോൾ a + b ഇൻറ്റു എ മൈനസ് ബി, a² - b². ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഇത് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, x² - 1/x² നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കറിയേണ്ടത് x² + 1/x² ആണ്. അത് നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇത് സ്ക്വയർ ചെയ്താൽ എന്ത് കിട്ടും? x² + 1/x² + 2, അതായത് a + b ² ആണ്. 2 = 144. അങ്ങനെയാണെങ്കിൽ x² + 1/x² എത്ര കിട്ടും? 142. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എക്സ് റേസ് ടു 4 മൈനസ് 1/x4 എന്ന് പറയുന്നത് എന്താ? x² + 1/x² 142 ആണ്. x² - 1/x² എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 53. അപ്പോൾ ഉത്തരം 142 × 53. ഇനി നിങ്ങളിത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ യൂണിറ്റ് ഡിജിറ്റ് നോക്കുക. ഇവിടെ ശ്രദ്ധിക്കുക, 2 × 3 6 ആണ്. അപ്പോൾ 6 വരുന്ന ആൻസർ ക്ലിക്ക് ചെയ്യുക. ചിലപ്പോൾ ഒരു ഓപ്ഷനൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്യാതെ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് സോൾവ് ചെയ്യുക. 142 × 53 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് cos 1 ഇൻറ്റു, അത് ഇൻറ്റു ആണ്, cos 1 × cos 2 × cos 3 etc. cos 179. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ 0. കാരണം എന്താ? cos 90 എന്ന് പറയുന്നത് 0 ആണ്. cos 90 എന്ന് പറയുന്നത് 0 ആയതുകൊണ്ടും ഇവിടെ വരുന്നത് കൊണ്ടും ഉത്തരം എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ സർട്ടൺ എമൗണ്ട് എ ഫ്രം ₹1,52,600 is invested for 5 years at 7% simple interest and the remaining portion B for 6 years at 10% simple interest. If the simple interest of both are same, അങ്ങനെയാണെങ്കിൽ find A is to B. ഓക്കെ, അതായത് 1,52,600 എന്ന എമൗണ്ടിൽ നിന്നും ഒരു നിശ്ചിത തുക, അതായത് എമൗണ്ട് എ എടുത്തിട്ടുണ്ട്, എന്നിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്തു.
5 വർഷത്തേക്ക് 7% സിമ്പിൾ ഇൻട്രസ്റ്റ് വെച്ച്. അപ്പോൾ നമുക്ക് അതിൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ആ എമൗണ്ട് എ എന്ന് നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. സോ എങ്ങനെ വരും സിമ്പിൾ ഇൻട്രസ്റ്റ്? PRT ഡിവൈഡഡ് ബൈ 100 ആണ്. സോ എ ഇൻറ്റു 5 × 7 35/100. ഇതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ആണ് എന്ന് തന്നിട്ടുണ്ട്. ഈക്വൽ ടു ഇനി റിമൈനിങ് എമൗണ്ട് എന്താണ്? ബി എന്ന് തന്നിട്ടുണ്ട്. ബി ഇൻറ്റു എത്ര വർഷം? 6 വർഷം ഇൻവെസ്റ്റ് ചെയ്തു, 10% സിമ്പിൾ ഇൻട്രസ്റ്റ് വെച്ച്. സോ 6 × 10 60/100, 60%. 100 ക്യാൻസൽ ചെയ്തു. സോ എ ബൈ ബി എന്ന് പറയുന്നത് എന്താ? 60 ഡിവൈഡഡ് ബൈ 35 ആണ്. 5 വെച്ച് ക്യാൻസൽ ചെയ്യാം. 12 ഡിവൈഡഡ് ബൈ 7. ഓക്കെ, സോ എ ഇസ് ടു ബി എന്ന് പറയുന്നത് 12:7 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ശ്രദ്ധിക്കുക. എ സ്റ്റുഡൻറ്റ് ഗോട്ട് 20% മാർക്സ് ആൻഡ് ഫെയിൽഡ് ബൈ 72 marks. If he scores 40% marks, then he gets 8 marks more than the passing marks. Find the passing mark. അതായത് ഒരു കുട്ടി 20% മേടിച്ചപ്പോൾ അയാൾ 72 മാർക്കിന് തോറ്റുപോയി അല്ലേ, ഫെയിലായി. അതായത് പാസ് മാർക്കിൽ നിന്ന് എത്ര കുറഞ്ഞു? 72 മാർക്ക് കുറഞ്ഞു. അതായത് 72 മാർക്കിന് ഫെയിലായി. പക്ഷേ 40% മേടിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് പാസ് മാർക്കിനേക്കാളും 8 മാർക്ക് കൂടുതൽ കിട്ടിയേനെ അല്ലേ. 40% മേടിച്ചിരുന്നെങ്കിൽ പാസ് മാർക്കിനേക്കാളും 8 മാർക്ക് കൂടുതൽ കിട്ടിയേനെ. അങ്ങനെയാണെങ്കിൽ പാസിംഗ് മാർക്സ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എഴുതാം. 20% മേടിച്ചപ്പോൾ 20% മാർക്ക് മേടിച്ചപ്പോൾ ആ കുട്ടി എത്രയാണ്? അദ്ദേഹം 72 മാർക്കിന് ഫെയിലായി അല്ലേ. അപ്പോൾ പാസ് മാർക്കിൽ നിന്ന് -72 കുറയ്ക്കാം. പാസ് മാർക്കിൽ നിന്ന് -72 കുറഞ്ഞു. ഇനി 40% ആണെന്നെങ്കിലോ? 40% മേടിച്ചിരുന്നെങ്കിൽ പാസ് മാർക്കിൽ നിന്ന് 8 മാർക്ക് കൂടുതൽ കിട്ടിയേനെ. അതായത് +8 എന്ന് എഴുതുക. ഞാൻ വെറുതെ 8 എന്ന് എഴുതി. മനസ്സിലായല്ലോ? പാസ് മാർക്കിൽ നിന്ന് 8 മാർക്ക് കൂടുതൽ. ഇനി ഇത് രണ്ടും മൈനസ് ചെയ്ത് നോക്കാം. എത്ര കിട്ടും? 20% ആണ് എന്ത്? 8 - -72 80. സോ ഇത് ശ്രദ്ധിക്കുക. 20% എന്ന് പറഞ്ഞാൽ 80 മാർക്കാണ്. അങ്ങനെയാണെങ്കിൽ 100% എന്ന് പറയുന്നതാണ് നമ്മുടെ എന്ത്? ടോട്ടൽ മാർക്സ്. 100%. ഇവിടെ 5 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 5 × 80 400. അപ്പോൾ ടോട്ടൽ മാർക്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തരം 100% 400 ആണ്. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് പാസിംഗ് മാർക്സ് എന്നാണ്. ഓക്കെ, പാസിംഗ് മാർക്സ്. ഇവിടെ ശ്രദ്ധിക്കുക. 20% മേടിച്ചപ്പോൾ 72 മാർക്കിന് തോറ്റുപോയി അല്ലേ. അപ്പോൾ ഇവൻ്റെ 20% എന്ന് പറയുന്നത് എത്ര മാർക്കാണ് കിട്ടിയത്? 80 മാർക്സ് ആണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ 72 മാർക്സിനാണ് തോറ്റുപോയത്. അങ്ങനെയാണെങ്കിൽ പാസ് മാർക്ക് എന്ന് പറയുന്നത് 80 + 72 ആയിരിക്കും. സോ ദി ആൻസർ ഈസ് 152. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് എന്താ? 152. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദി ആവറേജ് ഓഫ് 150 നമ്പേഴ്സ് ഈസ് 45. If 38 and 46 were wrongly read as 83 and 64, then find the correct average. അതായത് 150 നമ്പറിൻ്റെ ആവറേജ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. 45 എന്ന് തന്നിട്ടുണ്ട്. ഇനി 38ഉം 46ഉം ഓക്കെ 38ഉം 46ഉം എന്നുള്ളത് എന്താ? റോങ് ആയിട്ട് റീഡ് ചെയ്തു. 83 64. ഓക്കെ, 38 എന്നുള്ളത് 83 ആയിട്ടും 46 എന്നുള്ളത് 64 ആയിട്ടാണ് റീഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ആവറേജ് എന്താ? തെറ്റാണ്. ഓക്കെ, തെറ്റുമാണ്. അത് ഇച്ചിരി കൂടുതലുമാണ്. ഇനി അപ്പോൾ എത്ര വേരിയേഷൻ വന്നു? സം എടുക്കുക. 14. ഇവിടെ 84 ആണ് വരേണ്ടിയിരുന്നത്. എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്? അല്ലെങ്കിൽ എത്രയാണ് ഇവിടെ എടുത്തത്? 7. 147 ആണ് എടുത്തത്. അപ്പോൾ എത്ര കൂടുതൽ വന്നു? 63. ഓക്കെ, 63 ആണ്. 63 എന്ന നമ്പറാണ് ഇവിടെ കൂടുതൽ വന്നത്. ഓക്കെ, അപ്പോൾ ആവറേജ് എത്രയായിരിക്കും കൂടുതൽ വന്നിട്ടുണ്ടാവുക? അപ്പോൾ 60 അത് അറിയണമെങ്കിൽ 63 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ എത്രയാണോ 150 ചെയ്യുക. ഓക്കെ, 63 ഡിവൈഡഡ് ബൈ 150 ചെയ്താൽ ആവറേജ് എത്രയായിരുന്നു നമ്മൾ കൂടുതലായിട്ട് എടുത്തത് എന്നറിയാൻ പറ്റും. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. 3 വെച്ച് ഡിവൈഡ് ചെയ്യാം. 21 ഡിവൈഡഡ് ബൈ 50. ഇവിടെ 2 മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 2 മൾട്ടിപ്ലൈ ചെയ്യുക. സോ 42 ഡിവൈഡഡ് ബൈ 100 എന്ന് പറയുന്നത് 0.42 ആണ്. ഓക്കെ, അപ്പോൾ 0.42 ഇവിടെ അധികമായി പോയി. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആവറേജ് എന്ന് പറയുന്നത് എന്താ? 45 മൈനസ് 0.42 എത്ര വരും? 45 കാൽക്കുലേറ്റ് ചെയ്യുക. 0.42 ഇവിടെ 8 ഇവിടെ 5 ഇവിടെ 4 44.58 ആയിരിക്കും
നമ്മുടെ കറക്റ്റ് ആവറേജ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ദി ആൻസർ ഈസ് 44.58. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. 1 square plus 2 square plus 3 square plus etc up to 14 square is equal to 1015 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അതായത് 1 square plus 2 square plus 3 square plus etc plus 14 square എന്നത് 1015 ആണ്. ഇനി ചോദിച്ചിരിക്കുന്നത് 3 square plus 6 square plus 9 square plus etc up to 42 square എത്രയാണെന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. 3 എന്ന് പറയുന്നത് എന്താ? 3 into 1 എന്ന് എഴുതി, സ്ക്വയർ പ്ലസ് 6 3 into 2 എന്ന് എഴുതി, സ്ക്വയർ പ്ലസ് 9 3 into 3 എന്ന് എഴുതി, സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ത് വന്നു? 42 എന്നുള്ളത് നമുക്ക് എന്താ എഴുതാം? 3 into 14 the whole square എന്ന് എഴുതാം അല്ലേ. ഇനി ഇവിടുന്ന് 3 the whole square ആണ്. അപ്പോൾ 3 square പുറത്തെടുത്താൽ 9 ആയി. 9 പുറത്തെടുത്താൽ എന്ത് കിട്ടും? 1 square plus 2 square plus 3 square plus etc plus 14 square എന്ന് കിട്ടും. ഇത് നമുക്കറിയാം. ഇത് എത്ര? ഇത് തന്നിട്ടുണ്ട് 1015. അങ്ങനെയാണെങ്കിൽ ദി ആൻസർ ഈസ് 9 into 1015. ഓക്കെ, 9 into 1000 എന്ന് പറയുന്നത് 9000 ആണ്. 9 into 15 എന്ന് പറയുന്നത് 135 ആണ്. അങ്ങനെയാണെങ്കിൽ ഉത്തരം എന്താ? 9135. ഓക്കെ, ഫൈനൽ ആൻസർ 9135. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. A boat covers a distance of 72 km in the direction of the stream and comes back to the starting point in 10 hours. If the speed of the stream is 3 km per hour, then what percentage of speed of the stream is speed of the boat in still water? ഓക്കെ, അതായത് ഒരു ബോട്ട് സ്ട്രീമിൻ്റെ ഡയറക്ഷനിൽ 72 കിലോമീറ്റർ പോകുന്നു, എന്നിട്ട് തിരിച്ചു വരുന്നു എത്ര മണിക്കൂറുകൾ കൊണ്ട്? 10 മണിക്കൂർ അല്ലേ. ഇനി സ്പീഡ് ഓഫ് ദ സ്ട്രീം തന്നിട്ടുണ്ട് 3 കിലോമീറ്റർ പെർ അവർ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് സ്റ്റിൽ വാട്ടറിൻ്റെ സ്പീഡാണ് സാധാരണ ചോദിക്കാറ്. പക്ഷേ ഇപ്രാവശ്യം ചോദിച്ചിരിക്കുന്നത് സ്റ്റിൽ വാട്ടർ ഈ സ്ട്രീമിൻ്റെ സ്പീഡിൻ്റെ എത്ര ശതമാനമാണെന്നാണ്. അതായത് ദെൻ വാട്ട് പെർസെൻറ്റേജ് ഓഫ് സ്പീഡ് ഓഫ് ദ സ്ട്രീം ഈസ് സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിളിലേക്ക് പോവാം. അപ്പ് സ്ട്രീം യു എന്നെഴുതി, സ്റ്റിൽ വാട്ടർ എസ് എന്നെഴുതി, ഡൗൺ സ്ട്രീം ഡി എന്നെഴുതി, സ്പീഡ് ഓഫ് ദി കറണ്ടിനെ ഞാൻ സി എന്നെഴുതി. ഇനി സ്റ്റിൽ വാട്ടറിൻ്റെ സ്പീഡ് എസും സ്ട്രീം ഓഫ് ദി സ്പീഡ് സിയുമാണെങ്കിൽ അപ്പ് സ്ട്രീം എന്ന് പറയുന്നത് എസ് മൈനസ് സി ആണ്, ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത് എസ് പ്ലസ് സി ആണ്. അറിയാലോ. ഓക്കെ, എസ് സ്റ്റിൽ വാട്ടർ ആണ്, കറണ്ടിൻ്റെ സ്പീഡ് സി ആണെങ്കിൽ അപ്പ് സ്ട്രീമിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് എസ് മൈനസ് സി ആണ്, ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് എന്താ? എസ് പ്ലസ് സി ആണ്. അതിവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ആദ്യം 72 കിലോമീറ്റേഴ്സ് ഡൗൺ സ്ട്രീമിലാണ് പോയത്, കാരണം ഡയറക്ഷൻ ഓഫ് ദി സ്ട്രീം എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീമാണ്. സോ 72 ഡിവൈഡഡ് ബൈ ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ എസ് പ്ലസ് സി ആണ്. എസ് പ്ലസ് സി തന്നിട്ടുണ്ട് 3. 72 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 3 പ്ലസ് 72 ഡിവൈഡഡ് ബൈ, ഇനി തിരിച്ചു വരിക അപ്പ് സ്ട്രീമിലേക്കാണ്. സോ എസ് മൈനസ് 3 ഈസ് ഈക്വൽ ടു എന്താവണം? 10 അല്ലേ. 10 എന്ന് തന്നിട്ടുണ്ട്, ഈസ് ഈക്വൽ ടു 10. ഓക്കെ, ഇനി നിങ്ങൾ ഇത് സോൾവ് ചെയ്യുന്നതിന് പകരം ഓപ്ഷനിൽ നിന്ന് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായിരിക്കും എളുപ്പം, കാരണം ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആവും, പിന്നെ സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ നമുക്ക് എസ് ഈസ് ഈക്വൽ ടു 15 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ശ്രദ്ധിക്കുക, 15 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 72 ഡിവൈഡഡ് ബൈ ഇതെന്താകും? 18 പ്ലസ് 72 ഡിവൈഡഡ് ബൈ ഇതെന്താണ്? 15. 15 മൈനസ് 3 12. 72 ഡിവൈഡഡ് ബൈ 12 ആവും. ചെക്ക് ചെയ്ത് നോക്കാം. 72 ഡിവൈഡഡ് ബൈ 18 എന്ന് പറയുന്നത് 4 ആണ്. 72 ഡിവൈഡഡ് ബൈ 12 എന്ന് പറയുന്നത് 6 ആണ്. 4 പ്ലസ് 6 എന്ന് പറഞ്ഞാൽ 10 ആണ്. ഓക്കെ, 4 പ്ലസ് 6 എന്ന് പറഞ്ഞാൽ 10 ആണ്. സോ നമ്മുടെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് കിട്ടി? സ്റ്റിൽ വാട്ടറിൻ്റെ സ്പീഡ് 15 എന്ന് കിട്ടി. പക്ഷേ നമ്മുടെ ചോദ്യം അതല്ല, സ്ട്രീമിൻ്റെ എത്ര ശതമാനമാണ് സ്റ്റിൽ വാട്ടർ എന്നാണ്. സോ 3ൻ്റെ എത്ര ശതമാനം? എക്സ് ബൈ 100 ആണ് 15. അങ്ങനെയാണെങ്കിൽ എക്സ് ആണ് നമ്മുടെ പെർസെൻറ്റേജ്. എക്സ് എന്ത് കിട്ടും? 500%. ഓക്കെ, അപ്പോൾ ദി ആൻസർ ഈസ് 500%. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. കൂടുതൽ വീഡിയോസായിട്ട് അടുത്ത സെഷനിൽ ഞാൻ വരുന്നതായിരിക്കും.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും റെയിൽവേക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. സോ ദിസ് ഈസ് അർജുൻ സൈനിങ് ഓഫ് ഫ്രം സക്സസ് അക്കാഡമി. ഗുഡ് ബൈ.